ഞങ്ങളെത്തി. ധ്വനി, കെട്ടഴിക്ക്. ആര്യൻ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആര്യൻ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. ഞാനും എന്റെ ഈ അസിസ്റ്റന്റും ചേർന്ന് ആ ഗുണ്ടകളെ ബുദ്ധിപൂർവ്വം ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. എടി, തള്ളിൽ എന്നോട് മത്സരിക്കുന്ന പിന്നെ ആവാം. ഈ കുരു കഴിയുന്നില്ല. നീ കൂടെ വന്നൊന്ന് തള്ളു. അല്ല, ഈ കുരു കഴിക്കും. ഞാൻ വരാം. അത് അക്രമികളുടെ കയ്യിലേ പലതരത്തിലുള്ള മാരകായുധങ്ങളുണ്ട്. എന്നെ വിട്ട് നിങ്ങൾ വേഗം പൊയ്ക്കോ. ഒന്നും പേടിക്കണ്ട. വാ വാ, നമുക്കേ ഒരുമിച്ച് രക്ഷപ്പെടാം. അല്ല, അവര് നമ്മളെ വെറുതെ വിടില്ല. ഞാൻ കാരണം നിങ്ങളുടെ ജീവന് പോലും ആപത്താണ്. അതൊന്നും സാരമില്ല. SP അങ്കിളുടെ മകന് വേണ്ടി ഞങ്ങൾ ജീവൻ വരെ കൊടുക്കും. അയ്യോ, നിങ്ങൾ ജീവനൊന്നും കൊടുക്കണ്ട. ഡാഡി കാശ് കൊടുത്തോളും. SP അങ്കിളുടെ കാശ് വെറുതെ കളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെല്ലാം ഭാവിയിൽ ആര്യൻ അനുഭവിക്കാനുള്ളതാ. എടി, നിന്ന് കഥാപ്രസംഗം നടത്താതെ പാടി. എക്സ്ക്യൂസ് മീ, നിങ്ങളാണോ പടക്കം പൊട്ടിച്ചത്? ഇവന്മാരനങ്ങിയ തട്ടിയേക്ക്. നീയൊക്കെ ബോംബ് ബോംബ് കേട്ടിട്ടുണ്ടോ? അതാണിത്. ഞങ്ങളൊന്നും ചെയ്യരുത്. അയ്യോ, ഞങ്ങളൊന്നും ചെയ്യില്ല സാറേ. ഡാഡിക്കും മമ്മിക്കും ഞാൻ ഒറ്റ മോനേ ഉള്ളൂ. മാഡം, മാഡം ഒരു പെണ്ണല്ലേ, എന്നോട് ഇത്തിരി സിമ്പതി കാണിക്കണം പ്ലീസ്. അയ്യേ അർജുന, ഈ മൊണ്ണ ഇങ്ങനെ കിടന്ന് കരയുന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് സിമ്പതി കാണിച്ചേക്കാം അല്ലേ? അതെ, നീ പറഞ്ഞുകൊണ്ട് ഒരു ശകലം സിമ്പതി കാണിക്കാം. നടക്കടാ. അതർ നമ്മുടെ അടുത്ത് അവന്മാരുടെ കളി. നമ്മൾ ഇതുപോലെ എത്ര ക്രിമിനൽസിനെ കൈകാര്യം ചെയ്തിരിക്കുന്നു. അല്ല, ഡാഡിയാണോ ഫോൺ വിളിക്കുന്നേ? ഈ കിഡ്നാപ്പിനെ കുറിച്ച് SP അങ്കിൾ അറിയ പോലും വേണ്ട. ഞാൻ പോലീസിനെ വിളിക്കാം. ഇത്തരം ക്രിമിനൽസുകൾ ഒരു കാലത്തും പുറത്തിറങ്ങരുത്. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഡാഡി ക്യാഷ് കൊടുത്ത് ഇറങ്ങിയാൽ ഉടനെ തന്നെ നിങ്ങൾ അകത്ത് കയറി ഏട്ടന്റെ ഫ്രണ്ട്സിനെ ഒതുക്കി ആ ക്യാഷ് എടുത്തോണ്ട് വരണം. ഈ കേസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാനോ ഡാഡിയോട് പറയാനോ ഏട്ടന് പറ്റത്തില്ല. ഒരാൾ പോയി പരിസരമൊക്കെ നിരീക്ഷിച്ചു വെക്ക്. ഓക്കെ മാഡം. സ്വാമി, ആ ബാഗ് ഇങ്ങെടുക്കും. SP, ആര്യനെ കിഡ്നാപ്പ് ചെയ്തത് ഇവരായിരുന്നു. ഞാനും ഇവളും ജീവൻ പണയം വെച്ചാ ഈ ഓപ്പറേഷൻ നടത്തിയത്. നിങ്ങൾ ചോദിച്ച പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. തോക്ക് മാറ്റിപ്പിടിക്ക്. കാശ് തരുമല്ലോ, പിന്നെ എന്തിനാ തോക്ക് ഇങ്ങനെ നീട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നേ? അയ്യോ, അങ്കിള് തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഞങ്ങള് ജീവൻ പണയം വെച്ച് ആര്യനെ ആ കാലാപികന്മാരുടെ നിന്ന് രക്ഷിച്ചു. കാലാപികന്മാരല്ല, കാപാലികന്മാര്. ഈ സമയത്ത് വ്യാകരണം ഒന്നും നോക്കണ്ട. അങ്കിളെ, അവന്മാരെ ഞങ്ങള് അകത്ത് പൂട്ടിയിട്ടിട്ടുണ്ട്. അല്ല, നിങ്ങളെങ്ങനെ അവരെ കീഴടക്കി? അത് പിന്നെ സോറി, എനിക്ക് കളരിയൊക്കെ നല്ല വശമാണല്ലോ. കുറച്ച് സ്റ്റെപ്സ് ഞാൻ ഇവക്കും പറഞ്ഞു കൊടുത്തു.
അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് അവന്മാരെ അങ്കിളെ ഇവൻ വെറുതെ തള്ളു അങ്കിളെ. ഇവന്റെ കയ്യിലിരിക്കുന്ന ഈ കളിത്തോക്കും ദേ ഈ വ്യാജ ബോംബും വെച്ച അവന്മാരെ ഭീഷണിപ്പെടുത്തി മുറിയിൽ പൂട്ടിയിട്ടത്. എന്തായാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആര്യൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. ആര്യൻ സാറ് ഓക്കെ ആണല്ലോ അല്ലേ? ഇവനും ഇവളും കൂടെ തേച്ചത് എന്നെയാ. അധികം വൈകാതെ തന്നെ പോലീസും എത്തും. ആദ്യത്തെ ഇടിക്ക് മുമ്പ് തന്നെ ഇതെല്ലാം എൻ്റെ ഡ്രാമയായിരുന്നു എന്ന് അവന്മാർ തുറന്നു പറയും. രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? ഏതോ ഒരു പെണ്ണും ചെറുക്കനും കൂടി ഏട്ടന്റെ ഡ്രാമ പൊളിച്ചെന്നോ? അതെ മാഡം, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഡാഡി കൊണ്ടുവന്നത് എന്തായാലും കണക്കിപ്പെട്ട ക്യാഷല്ല. നിങ്ങൾ പോയി ഏട്ടൻ നിങ്ങളുടെ ബോസിന് ക്യാഷ് തരാനുള്ളത് എന്ന മട്ടിൽ സംസാരിക്കും. എന്നിട്ട് അവരെയെല്ലാം വിരട്ടി ആ ക്യാഷ് അങ്ങ് പൊക്കിക്കും. ഓക്കെ മാഡം. വാടാ. ഡാഡിയുടെ കൂടെ ഒരു അർജന്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴാ ആര്യൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് ഇവിടെ എന്നെ വിളിച്ചത്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടു. ഡാഡിക്ക് ഒരു പക്ഷേ കോടികൾ നഷ്ടപ്പെട്ട് കാണും, പക്ഷെ അതൊന്നും സാരമില്ല. കാശ് ഇന്ന് പോവും, നാളെ വരും. വലിയ നഷ്ടം സഹിച്ച് എന്റെ മകനെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അർജുൻ. പിന്നെ മോള് ചെയ്തതും വലിയ ഉപകാരമാ. എന്റെ അങ്കിളെ ഇവൻ ഈ പറഞ്ഞത് മുഴുവൻ തള്ള. ഇവനൊരു മീറ്റിംഗും ഇല്ല, ഒരു തേങ്ങയില്ല. പരിചയപ്പെടുന്നവരുടെ മുന്നില് കോടീശ്വരൻ ചമയുന്നത് ഇവന്റെ ഒരു ഹോബിയാ.